ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കണ്ടോ, ഒരു കാഴ്ച കാണിക്കാൻ സൂം ചെയ്ത് കാണിക്കാം. അമ്രൂസും ഉമ്മയും കൂടിയാണ്. അപ്പോൾ അമ്രൂസും ഉമ്മയും കൂടി ഇരുന്ന് കണ്ണീർ പരമ്പരകൾ കണ്ടുകൊണ്ട് കണ്ണീർ പൊഴിക്കുകയാണ് ഗായ്സ്, കണ്ണീർ പൊഴിക്കുകയാണ്. ആ ഗ്യാപ്പിൽ നമുക്ക് ഒരടിപൊളി മുട്ടക്കറി വെക്കാമേ. മുട്ട റോസ്റ്റ്. അപ്പോൾ ഞാൻ ഒന്നും കാണുന്നില്ലല്ലേ, ഒരു ചെറുതൂണി വെട്ടം മാത്രം ഉണ്ടല്ലേ. നമുക്ക് പാചകത്തിലേക്ക് പോവാം. അപ്പം നമ്മുടെ കുഞ്ഞി ചീനിച്ചട്ടി എടുത്ത് വെച്ചു. ചൂടുണ്ട്, വേണമെങ്കിൽ കൈ തൊട്ട് നോക്കാം. ഇല്ല, 3 മുട്ട കേട്ടോ. അപ്പോൾ 2 മുട്ടയിലിതാ ഇത് കുറച്ച് കണ്ടു. ഈ ഒരു മുട്ട കണ്ടോ, ഇത് അമ്രൂസിനുള്ളതാണേ. അമ്രൂസ് പ്രത്യേകം പറഞ്ഞിട്ട് ഞാനിട്ട മുട്ടയാണ്. ഞാനിട്ട മുട്ടയല്ല, കോഴി ഇട്ട മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു നാടൻ മുട്ടയും 2 താറാവിൻ്റെ മുട്ടയും 3 മുട്ട. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ തിളച്ച് റെഡി ആകുന്നുണ്ട്. ചട്ടി ഇവിടെ ചൂടാകുന്നതാണ് കേട്ടോ വെക്കുന്നത്. രണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചട്ടി ചൂടായപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കും. അതിലേക്ക് കഴിഞ്ഞ തവണത്തെ പോലെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നിട്ട് ആദ്യം 2 പേരെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവരെങ്ങനെ ശരിയായിക്കോളും. പിന്നെ ബാക്കി ഇട്ട് കൊടുക്കാം. സ്ലൈസായിട്ട് അരിഞ്ഞ 2 ഉള്ളിയും 1 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ട് വരട്ടി എടുക്കാം. ജഗത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ച ഒരു വിഭവമാണ് ഈ മുട്ടക്കറി. അതുകൊണ്ട് ഞാൻ ബാഹുബലിയോ എന്താ, എവിടെ പോവാ വണ്ടിയൊക്കെ എടുത്തോണ്ട്? ബാഹുബലി അങ്ങനെ യാത്രയായി. അപ്പോൾ നമ്മുടെ ഉള്ളി വരണ്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. കാരണം കുരുമുളക് പൊടി ഉണ്ട് തൊട്ടപ്പുറത്ത്. അപ്പോൾ മുളക് പൊടിയുടെ എരിവ് കുറച്ച് നിൽക്കുന്നതാണ് മുട്ടക്കറിക്ക് എപ്പോഴും നല്ലത്. പിന്നെ കുറച്ച് മസാലപ്പൊടി. അപ്പോൾ ഇത്രയും കൂടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത്ര മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിനുള്ള ചേരുവകൾ ഇത്രയാണ്. ആദ്യമായിട്ട് മുട്ടക്കറി കൈപൊഴി ആദ്യമായിട്ട് മുട്ടക്കറി ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും റെഡി ആയിട്ട് വരത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഉള്ളി വരട്ടുന്നതിലാണ് കാര്യമെന്ന്. ഉള്ളി ഒരുപാട് വരണ്ട് വരാനും പാടില്ല, എന്നാൽ വരണ്ട് വരാതിരിക്കാനും പാടില്ല. നോട്ട് ദി പോയിന്റ് ഗേൾസ്. അപ്പോൾ ആദ്യമായിട്ട് മുട്ടക്കറി വെക്കുന്നവർക്കൊക്കെ എൻ്റെ മുട്ടക്കറിയുടെ റെസിപ്പി കണ്ട് പഠിച്ചോളൂ. സിമ്പിളാണ്. അനാവശ്യമായ ഒരു ഇൻഗ്രീഡിയൻസും ഇതിനകത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കിങ് ഈ രാത്രിയിലാണ്. സാധാരണ രാവിലെ ആയിരുന്നു വീഡിയോസ് എടുക്കുന്നത്, പക്ഷേ നമ്മൾ രാത്രിയിലത്തേക്ക് മാറ്റി പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ചൂടുമൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടാതെ നമുക്ക് ഒരു പ്രയാസമില്ല കേട്ടോ. ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണ്. നമ്മൾ കുക്കിങ് ചെയ്യുന്നു, അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് സന്തോഷം, കണ്ണുങ്ങൾക്ക് സന്തോഷം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വരണ്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ക്യാമറ ശരിയല്ല ഗൈസ്, ക്യാമറ ഒട്ടും ശരിയല്ല ഗൈസ്. ഇതിൻ്റെ ശരിക്കുമുള്ള മുഖങ്ങൾ നിങ്ങൾ കാണിക്കുന്നില്ല ഗൈസ്. ഇതിൻ്റെ തനി നിറം കാണിക്കുന്നില്ല. എന്താണല്ലേ ഇത്? അപ്പോൾ നല്ല ഇത്ര ആവും കേട്ടോ. ഒരുപാടൊന്നും റോസ്റ്റാകാൻ പാടില്ല. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ ഈ മസാലപ്പൊടികളെല്ലാം കൂടി ഇതിലേക്ക് തട്ടിയിടുക. വീടുന്നില്ലല്ലോ, മടിയാണ് ഗൈസ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാവേ. നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഇത്രയും വേണം കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം.
നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ പിന്നെ പിന്നെ ചെയ്ത് വരുമ്പം വളരെ ഈസി ആയിട്ട് തോന്നും കേട്ടോ. നമ്മുടെ കറി തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് റെഡി ആയിട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് അമ്രൂസ് ഇവിടെ നിൽപ്പുണ്ട്. ഹായ് പറയൂ എല്ലാവർക്കും. അമ്രൂസ് എല്ലാവരും ഉണ്ട് കേട്ടോ. പാചകത്തിന് ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്രൂസ് എപ്പോഴും ഉണ്ട് കൂടെ. അപ്പം ഞാൻ മുട്ടയൊക്കെ ഇവിടെ പൊളിച്ചെടുത്തേ. പക്ഷേ മുട്ടയുടെ ഷേപ്പൊക്കെ കുറേയൊക്കെ മുട്ടത്തോട്ടിലൊക്കെ പിടിച്ചിരുന്നു. അമ്രൂസിൻ്റെ മുട്ടയുടെ ഷേപ്പ് മാറി. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല മിണ്ടാണ്ട് ഇരിയടാ, ഞാൻ ഒന്ന് എടുത്തോട്ടു. എന്തുവാടേ ഇയാൾ ഇപ്പോഴും ഇരിക്കണം. ഇയാൾ ഞാൻ വല്ലതും പറയുമ്പോൾ ഞാൻ നമ്മൾ ഇല്ല ഞാൻ പറയും. നിങ്ങളെല്ലാവരും കേൾക്കണം കഴിക്കും. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ പിടിക്കുന്നു. അമ്രൂസ് ഓരോ കണ്ടില്ലേ, അമ്രൂസ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ ആ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുവാണ്. ഇവിടെ നിന്ന് ഇവൻ എടാ ഉപ്പുണ്ടോയെന്ന് നാവിൽ തൊട്ട് നോക്കിയിട്ട് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ നേരത്തെ വരട്ടിയതിലിട്ടായിരുന്നല്ലോ. അപ്പോൾ എന്ത് പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ നോക്കാതെ ഉപ്പിട്ട് കഴിഞ്ഞാൽ മുട്ടക്കറിയിൽ ഉപ്പ് കൂടും. എനിക്ക് പല തവണ അബദ്ധം പറ്റിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ എല്ലാവരും അതിന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നെപ്പോലെ മനഃപൂർവ്വമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് കറിയിൽ ഉപ്പ് കൂട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. ഇതിലല്ല, നമ്മുടെ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, ഇന്നാണ് നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ട് വരുന്നു. ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കുട്ടന്മാരെ ഇങ്ങനെ വെച്ച് ഓരോരുത്തരെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ, ഉമ്മാരെ അങ്ങ് ഇതിനകത്തിട്ടങ്ങ് മൂടുക കേട്ടോ. ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കും. ഈ കറിവേപ്പില ഒന്നും ഇല്ല, രാത്രിയിലെ കറിവേപ്പില പുറത്ത് പോയി പറിക്കാനൊന്നും വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയിട്ട് ഇങ്ങനെ കളകളാന്ന് ഇളക്കരുത്, മുട്ട പൊടി അതിൻ്റെ വയറ്റി പോകും. ജസ്റ്റ് ഇങ്ങനെ കറക്കി എടുക്കുക. അപ്പം ഗ്രേവിയൊക്കെ വേണ്ടവരാണെങ്കിൽ കൂട്ടിയൊക്കെ വെക്കുക കേട്ടോ. എന്ന് വെച്ചാൽ അത് ചൂട് കൊണ്ട് പറ്റും. ഉള്ളി കുടിച്ചെടുക്കും. ഉള്ളി ഭയങ്കര സാധനമാണ്. ഉള്ളി ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വലിച്ചെടുക്കും. ഉള്ളിയും മുട്ട എല്ലാവരും പിടിച്ച് വന്നിട്ട് അപ്പം നല്ല അടിപൊളി മണക്കുന്ന സൂപ്പർ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. വെക്കാത്തവരുണ്ടെങ്കിൽ സിമ്പിളാണ് കേട്ടോ, സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ന്യൂ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.